അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 1ാമത്തെ പാഠമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ലിസാനുൽ ഖുർആനിൻ്റെ 1ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടി നമുക്കിതിലൂടെ നോക്കാം. ലിസാനുൽ ഖുർആനിൻ്റെ 1ാമത്തെ പാഠം അൽ കഅബത്തു ഖിബ്ലത്തുന. ഇതാണ് പാഠത്തിൻ്റെ പേര്. കഅബ നമ്മുടെ ഖിബലയാണ്. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത. ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൽ റഅയ്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാദൽ ബൈത്ത ഈ വീടിനെ. ഹാദാ ബൈത്തുല്ലാഹിൽ ഹറാം. ഇത് അള്ളാഹുവിൻ്റെ ബൈത്താണ്, അഥവാ അൽ ഹറാം പരിശുദ്ധമായ. ബൈത്തുല്ലാഹിൽ ഹറാം പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വീടാണ്, അഥവാ ഭവനമാണ്. യതവജ്ജഹു അൽ മുസ്ലിമൂന. മുസ്ലിമീങ്ങൾ മുന്നിടുന്നു. ഇലാ ഹാദൽ ബൈത്തി ഈ വീട്ടിലേക്ക്. ഫി സ്വലവാത്തിഹിം അവരുടെ നമസ്കാരങ്ങളിൽ ഈ ഭവനത്തിലേക്കാണ് മുസ്ലിമീങ്ങൾ മുന്നിടുന്നത്. ഹാദൽ ബൈത്തു ഈ വീട്. ഹുവ അൽ കഅബത്തു ഷരീഫ അത് പരിശുദ്ധമായ കഅബയാകുന്നു. ഹിയ അത് അവ്വലു ബൈത്തിൻ വുദിയ ലിഇബാദത്തില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി വെക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബ. അൽ കഅബത്തു ഫി മക്കത്തിൽ മുക്കറമ. കഅബ എന്നുള്ളത് പവിത്രമായ മക്കയിലാണ്. മക്കത്തുൽ മുക്കറമ പവിത്രമായ മക്ക, അവിടെയാണ് കഅബയുള്ളത്. യദ്ഹബുൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ പോകുന്നു. ഇല മക്കത്ത മക്കയിലേക്ക്. ലി അദാ ഇൽ ഹജ്ജ് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി. ലി അദാ ഇൽ ഹജ്ജ് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി. വൽ ഉംറത്തി ഉംറ നിർവഹിക്കാൻ വേണ്ടിയും. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് പോകുന്നു. വയതൂഫൂന അവർ തവാഫ് ചെയ്യുന്നു. ബിൽ കഅബത്തി കഅബയിൽ, അഥവാ കഅബയെ അവർ തവാഫ് ചെയ്യുന്നു, അഥവാ ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതിനെയാണ് തവാഫ് എന്ന് പറയുന്നത്. വയതൂഫൂന ബിൽ കഅബത്തി അവർ കഅബയെ തവാഫ് ചെയ്യുന്നു. വയസ്അഊന അവർ സഈ ചെയ്യുന്നു, അഥവാ വേഗത്തിൽ നടക്കുന്നതിനെയാണ് സഈ എന്ന് പറയുന്നത്. അവർ സഈ ചെയ്യുന്നു. ബൈന സഫ വൽ മർവ സഫയുടെയും മർവയുടെയും ഇടയിൽ വെച്ച്. ബന ഇബ്രാഹിമു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്തു. വബിനുഹു അദ്ദേഹത്തിൻ്റെ മകനും. അതാര്? ഇസ്മായിലു അലൈഹിമസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി പണിതു അൽ കഅബത്ത കഅബയെ. വഹുമ അവർ രണ്ടുപേരും യഖൂലാനി പറയുന്നവരായിരുന്നു. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന ഞങ്ങളുടെ നാഥ, തഖബ്ബൽ മിന്ന ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഇന്നക തീർച്ചയായും നീ അൻതസ് സമീഉൽ അലീം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇതിൻ്റെ പ്രധാന ഭാഗം നമുക്ക് മനസ്സിലാക്കാനുള്ളത് യതഅറഫു ദാരിസ അൽ ഫർഖ ബൈനൽ മബ്നിയി വൽ മുഅറബ്. നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മബ്നിയും മുഅറബും എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളതാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അടുത്ത ഉദാഹരണങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. എന്താണ് മബ്നി, എന്താണ് മുഅറബ് എന്നാണ് ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. അൽ മബ്നിയു മബ്നി എന്ന് പറഞ്ഞാൽ മാ ലാ യതഗയ്യറു ആഖിറുഹു
ബിതഗയ്യുരിൽ അവാമിലി. ആമിലുകൾ, ആമിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജുംലയിൽ അഥവാ ഒരു സെൻറ്റൻസിൽ അവിടെ ആവശ്യമായി ഉപയോഗിച്ചിട്ടുള്ള നിയമങ്ങൾ. ആ നിയമങ്ങളിൽ ചിലപ്പോൾ ഒരു പദത്തിന് റഫ്ഉ ഉണ്ടാകാം, അല്ലെങ്കിൽ നസ്ബ് ഉണ്ടാകാം, അല്ലെങ്കിൽ ജർ ഉണ്ടാകാം, അല്ലെങ്കിൽ ജസ്മ് ഉണ്ടാകാം. ഇങ്ങനെ ഇഅ്റാബുകൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള രൂപം നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇഅ്റാബുകൾ ഇല്ലാതെ തന്നെ അവിടെ നിയമങ്ങൾ നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രൂപത്തിൽ ആമിലുകളുടെ മാറ്റം കൊണ്ട് അവസാനം മാറ്റം വരാത്തതിനെയാണ് മബ്നി എന്ന് പറയുന്നത്. ആമിലുകളുടെ മാറ്റം കൊണ്ട്, അഥവാ ചിലപ്പോൾ റഫായിരിക്കാം, ചിലപ്പോൾ നസ്ബായിരിക്കാം, ചിലപ്പോൾ ജെറായിരിക്കാം, ചിലപ്പോൾ ജസ്മായിരിക്കാം, ചിലപ്പോൾ റഫിൻ്റെ അവസ്ഥയിലാകാം, നസ്ബിൻ്റെ അവസ്ഥയിലാകാം, ജറിൻ്റെ അവസ്ഥയിലാകാം, ജസ്മിൻ്റെ അവസ്ഥയിലാകാം. ഏത് അവസ്ഥയിലും മാറ്റം വന്നാലും എന്നാൽ അവസാനം ഒരു മാറ്റവും ഉണ്ടാകില്ല. ഇങ്ങനെയുള്ളതിനെയാണ് മബ്നി എന്ന് പറയുന്നത്. നമുക്ക് മുഅ്റബ് നോക്കാം. അൽ മുഅ്റബു മാ യതഗയ്യറു ആഖിറുഹു ബിതഗയ്യുരിൽ അവാമിലി. ആമിലുകളുടെ മാറ്റം കൊണ്ട്, അഥവാ റഫിൻ്റെ അവസ്ഥയിലോ അല്ലെങ്കിൽ നസ്ബിൻ്റെ അവസ്ഥയിലോ ജറിൻ്റെ അവസ്ഥയിലോ ജസ്മിൻ്റെ അവസ്ഥയിലോ ഏതെങ്കിലും അവസ്ഥ ഇങ്ങനെ മാറുന്ന സമയത്ത് അവസാനവും കൂടി മാറുന്നെങ്കിൽ അതിൻ്റെ പേരാണ് മുഅ്റബ് എന്നുള്ളത്. ആമിലുകളുടെ മാറ്റം കൊണ്ട് അവസാനം മാറ്റം വരുന്നതിനെ മുഅ്റബ് എന്ന് പറയുന്നു. മാറ്റം വരാത്തതിനെ മബ്നി എന്ന് പറയുന്നു. മബ്നി എന്ന് പറഞ്ഞാൽ ഏത് നിയമങ്ങൾ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും ആ പദങ്ങളോ അല്ലെങ്കിൽ മബ്നിയായി വരുന്ന ഭാഗങ്ങൾ അത് ഒരുപോലെയായിരിക്കും, എവിടെയും മാറ്റം വരില്ല, ഒരുപോലെയായിരിക്കും. ഉദാഹരണം നമ്മൾ പറയുമ്പോൾ അത് കൂടുതൽ മനസ്സിലാകും. ഇനി നമുക്ക് നോക്കാം. അൽ ഇഅ്റാബു അർബഅത്തു അൻവാഇൻ. ഇഅ്റാബുകൾ 4 ഇനങ്ങളാണ്. അർ റഫ്ഉ വൻ നസ്ബു വൽ ജർറു വൽ ജസ്മു. ഒന്ന് റഫ്ആണ്, നസ്ബാണ്, ജറാണ്, ജസ്മാണ്. ഇത് പറഞ്ഞതിൻ്റെ കാരണം ആമിലുകളുടെ മാറ്റം വരുന്നത് ചിലപ്പോൾ റഫായിരിക്കാം, ചിലപ്പോൾ നസ്ബായിരിക്കാം, ചിലപ്പോൾ ജറായിരിക്കാം, ചിലപ്പോൾ ജസ്മായിരിക്കാം. ഇങ്ങനെയുള്ള മാറ്റം വരുന്നതോടുകൂടി അവസാനം മാറ്റം വരാത്തതിനെ മബ്നി എന്ന് പറയുന്നു, അവസാനം മാറ്റം വരുന്നതിനെ മുഅ്റബ് എന്ന് പറയുന്നു. ഇനി നമുക്ക് പാഠത്തിലുള്ള ചില തദ്രീബാത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നുലാഹിദു അവാഖിറൽ കലിമാത്തിൽ മുലവ്വന വനഫ്ഹമു അൽ ഫർഖ ബൈനൽ മുഅ്റബി വൽ മബ്നി. ഇവിടെയുള്ള നിറം നൽകപ്പെട്ട പദങ്ങളിലെ നമുക്ക് മുഅ്റബ് ഏത് മബ്നി ഏത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനത്തെ പദങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാം. മാറ്റം വരുന്നതിനെ എന്തു പറയും? മാറ്റം വരുന്നതിനെ മുഅ്റബ് എന്ന് പറയുന്നു, മാറ്റം വരാത്തതിനെ മബ്നി എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഹാദൽ ബൈത്തു ഹുവൽ കഅബ. ഹാദൽ ബൈത്തു ഹുവ അൽ കഅബ. ഈ വീട്, ഈ ഭവനം അത് കഅബയാണ്. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത. ഈ വീടിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യതവജ്ജഹു അൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്തി. മുസ്ലിമീങ്ങൾ ഈ വീട്ടിലേക്ക് മുന്നിടുന്നു. ഇവിടെ നോക്ക്, ബൈത്തു, ബൈത്ത, ബൈത്തി. ഇവിടെ അവസാനം എന്ത് വന്നു? മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മാറ്റം വരുന്നതിന് എന്ത് എന്ന് പറയുന്നു? മുഅ്റബ് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ഹാദ. ഹാദ എന്നുള്ളത് 3 സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. ഹാദ, ഹാദ, ഹാദ. ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. അവസാനം മാറ്റം വരലോടുകൂടി ഇവിടെ മാറ്റം വരാത്തതിനെ എന്തെന്ന് പറയുന്നു? മബ്നി എന്ന് പറയുന്നു. ഹാദ എന്നുള്ളത് മബ്നിയാണ്. ഹാദ എന്നുള്ളത് മബ്നിയാണ്. ബൈത്ത് എന്നുള്ളത് മുഅ്റബാണ്. അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം. അൽ കഅബത്തു ഫി മക്കത്ത. കഅബ മക്കയിലാണ്.
ബന ഇബ്രാഹിമു വ ഇസ്മായിലു അലൈഹിസ്സലാം അൽ കഅബത്ത. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയെ പണിതു. യതൂഫുൽ ഹുജ്ജാജു ബിൽ കഅബ. ഹജ്ജ് ചെയ്യുന്നവരെല്ലാം കഅബയെ തവാഫ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നോക്കാം അൽ കഅബത്തു, അൽ കഅബത്ത, ബിൽ കഅബത്തി. ഇവിടെ മാറ്റം വന്നു. ഈ മാറ്റം വരുന്നതിനെ മുഅറബ് എന്ന് പറയുന്നു. നമുക്ക് ചില ഉദാഹരണം നോക്കാം. അംസിലത്തുൽ ലിൽ മുഅറബി. മുഅറബിൻ്റെ ഉദാഹരണം: കിതാബുൻ, ത്വാലിബുൻ, ബഖറത്തുൻ, ഷജറത്തുൻ. ഇതെല്ലാം ഇസ്മുകളാണ്. ഇസ്മുകളിലുള്ള ഉദാഹരണമാണ് കിതാബുൻ. കിതാബ് എന്നുള്ളത് മാറ്റം വരുന്ന ഒരു പദമാണ്. കിതാബുൻ വരാം, കിതാബിൻ വരാം, കിതാബൻ വരാം. ത്വാലിബുൻ, ത്വാലിബിൻ, ത്വാലിബൻ. ബഖറത്തുൻ, ബഖറത്തിൻ, ബഖറത്തൻ. ഷജറത്തുൻ, ഷജറത്തിൻ, ഷജറത്തുൻ, ഷജറത്തൻ. ഇങ്ങനെ മാറ്റം വരുന്ന പദങ്ങളാണ് ഇവകളൊക്കെ. ഇങ്ങനെ മാറ്റം വരുന്ന ഈ ഇസ്മിനെ മുഅറബ് എന്ന് പറയാം. നമുക്ക് ഫീലുകൾ എടുത്ത് നോക്കാം. യദ്ഹബു, തക്തുബു, തജ്ലിസു, അഖറഉ. ഇവകളെല്ലാം മുളാരിയായ ഫീലാണ്. യദ്ഹബു മാറ്റം വരാം. യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. അതേപോലെ തക്തുബു, തക്തുബാനി, യക്തുബന. അതേപോലെ നജ്ലിസു, നജ്ലിസു, അജ്ലിസു, നജ്ലിസു. ഇങ്ങനെ മാറ്റം വരാം. അഖറഉ, നഖറഉ. ഇവിടെയും മാറ്റം വരാം. അപ്പോൾ ഇതെല്ലാം എന്താണ്? മുഅറബിൻ്റെ ഉദാഹരണങ്ങളാണ്. അഥവാ മാറ്റം വരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റം വരാൻ സാധിക്കുന്ന പദങ്ങളാണ്. ഈ പദങ്ങളെയാണ് മുഅറബ് എന്ന് പറയുന്നത്. എന്നാൽ മാറ്റം വരാൻ ഒരു നിലക്കും സാധ്യമല്ലാത്ത ചില പദങ്ങളുണ്ടാകും. ആ പദങ്ങളെ മബ്നി എന്ന് പറയാം. നമുക്ക് മബ്നിൻ്റെ ഉദാഹരണം നോക്കാം. അൽ അംസിലത്തുൻ ലിൽ മബ്നി. മബ്നിയിനുള്ള ഉദാഹരണം നോക്കാം നമുക്ക്. ഹുവ, ഇവിടെ ഹിയ, അന്ത, നഹ്നു. ഇതെല്ലാം ലമായിറുകളാണ്, ലമീർ. ഹുവ, ഹുവ എപ്പോഴും ഹുവ തന്നെയായിരിക്കും. അത് മബ്നിയാണ്. ഹിയ, അതെപ്പോഴും ഹിയ തന്നെയായിരിക്കും. അന്ത, നഹ്നു ഇവകളൊക്കെ മാറ്റം വരാത്ത രീതിയിലുള്ള ഒരു പദങ്ങളായിട്ടാണ് അല്ലെങ്കിൽ ഒരു അക്ഷരമായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതിനെ മബ്നി എന്ന് പറയുന്നു. അതേപോലെ ഇസ്തിഫാമിൻ്റെ അദവാത്തുകളാണ് മൻ, ഹൽ, കൈഫ, ഐന. ഇത് ഏത് സെൻറ്റൻസിൽ വന്നാലും മൻ എന്നുള്ളത് മാറ്റം വരൂല, ഹൽ എന്നതിന് മാറ്റം വരൂല, കൈഫ എന്നതിന് മാറ്റം വരൂല, ഐന എന്നുള്ളതിന് മാറ്റം വരൂല. ഇങ്ങനെ മാറ്റം വരാത്തതിനെ മബ്നി എന്ന് പറയുന്നു. അടുത്തതാണ് അസ്മാഉൽ ഇഷാറ. ഇഷാറത്തിൻ്റെ ഇസ്മുകൾ ഹാദ, ഹാദിഹി, ദാലിക, തിൽക്ക. ഇവകളൊക്കെ ഏത് സെൻറ്റൻസിൽ വന്നാലും മാറ്റം വരാതെ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. അതുകൊണ്ട് ഇവകൾ മബ്നിയാണ്. അടുത്തത് അൽ ഹുറൂഫ്, അക്ഷരങ്ങൾ. അക്ഷരങ്ങളിൽ പെട്ടതാണ് ഫി, മിൻ, ല, ഇന്ന. ഇങ്ങനെയുള്ള ഒരുപാട് അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളെല്ലാം ഏത് സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോഴും മാറ്റം വരാതെ ഇതേപോലെ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റം വരാത്തതിനെ മബ്നി എന്ന് പറയുന്നു. അടുത്തത് ഫഅല, ഫഅലു, ഇഫ്അൽ, ഇഫ്അലി. ഇവിടെ മാദിയായ ഫീലും അംറ് ഫീലുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവകളൊന്നും മാറ്റം വരാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു. ഇതിനെ എന്തെന്ന് പറയും? മബ്നി എന്ന് പറയുന്നു. അടുത്ത നമുക്ക് നോക്കാം. നുക്കമ്മിലു അൽ ഫറാഗ കമാഫിൻ നമൂദജ്. ഇവിടെ നമുക്ക് ഒരു കോളത്തിൽ നൽകിയതുപോലെ താഴെയുള്ളതിനെ അതേപോലെ നമുക്ക് മാറ്റം വരുത്തി എഴുതണം. നമുക്ക് നോക്കാം. ദാലിക എന്നുള്ളതും മസ്ജിദ് എന്നുള്ളതും നമുക്ക് നോക്കാം. ദാലിക മസ്ജിദുൻ. ദാലിക എന്നുള്ളത് മബ്നിയാണ്, മസ്ജിദ് എന്നുള്ളത് മുഅറബാണ്. ഉഹിബ്ബു ദാലിക്കൽ മസ്ജിദ. ദാലിക മസ്ജിദുൻ, അത് പള്ളിയാണ്. ഉഹിബ്ബു ദാലിക്കൽ മസ്ജിദ്, ആ പള്ളിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. സ്വല്ലൈതു ഫീ ദാലിക്കൽ മസ്ജിദി, ആ പള്ളിയിൽ
ഞാൻ നിസ്കരിച്ചു. ഇവിടെ നോക്ക് നമ്മൾ ദാലിക്ക എന്ന് 3 സ്ഥലത്തും വന്നു, ഒരു മാറ്റവും ഇല്ല. 3 സ്ഥലത്തും ഒരുപോലെയാണ് ദാലിക്ക എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ മാറ്റം വരാത്തതിനെ മബ്നി എന്ന് പറയുന്നു. എന്നാൽ മസ്ജിദ് എന്നുള്ള പദം നോക്കിയേ, മസ്ജിദുൻ, അൽ മസ്ജിദ, അൽ മസ്ജിദി 3 സ്ഥലത്തും ഇഅ്റാബുകളുടെ മാറ്റം കൊണ്ട് അവസാനത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മുഅറബ് എന്ന് പറയുന്നു. മസ്ജിദുൻ എന്നുള്ളത് മുഅറബാണ്. മസ്ജിദുൻ, അൽ മസ്ജിദ, അൽ മസ്ജിദി. അടുത്ത നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. തിൽക്ക മക്തബത്തുൻ. തിൽക്ക എന്നുള്ളത് മബ്നിയാണ്, മക്തബത്തുൻ എന്നുള്ളത് മുഅറബാണ്. നമുക്ക് നോക്കാം ഉദാഹരണം. തിൽക്ക മക്തബത്തുൻ, അത് മക്തബയാണ്. മക്തബ എന്ന് പറഞ്ഞാൽ ലൈബ്രറി എന്നൊക്കെ പറയും. തിൽക്ക മക്തബത്തുൻ, അത് മക്തബയാണ്, ലൈബ്രറിയാണ്. വഹിബു തിൽക്കൽ മക്തബത്തി, ആ ലൈബ്രറിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദഹബത്തു ഇല തിൽക്കൽ മക്തബത്തി, ആ ലൈബ്രറിയിലേക്ക് ഞാൻ പോയി. ഇവിടെ നമുക്ക് നോക്കാം, തിൽക്ക എന്നുള്ളത് 3 സ്ഥലത്ത് വന്നു, ഒരു മാറ്റവുമില്ല. ഒരു മാറ്റവുമില്ലാതെ വരുന്നതിനെയാണ് മബ്നി എന്ന് പറയുന്നത്. എന്നാൽ മക്തബത്ത് എന്നുള്ള പദം നോക്ക്, ആദ്യം മക്തബത്തുൻ എന്ന് പറഞ്ഞു, രണ്ടാമത് അൽ മക്തബത്ത എന്ന് പറഞ്ഞു, മൂന്നാമത് അൽ മക്തബത്തി എന്ന് പറഞ്ഞു. ഇവിടെ മാറ്റം വന്നു. ഈ മാറ്റം വരുന്നതിനെ മുഅറബ് എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി നോക്കാം. നുഅരിബു, നമുക്ക് അറബീകരിക്കാനുള്ള ഭാഗമാണ്. ഒന്ന്, കഅബ എവിടെയാണ്? ഇതിന് അറബി എങ്ങനെയാക്കാം? ഐനൽ കഅബത്തു, ഐനൽ കഅബത്തു, കഅബ എവിടെയാണ്? രണ്ടാമത്തേത്, ഇത് എൻ്റെ മദ്രസയാണ്. ഹാദാ മദ്രസത്തി, ഹാദാ മദ്രസത്തി, ഇത് എൻ്റെ മദ്രസയാണ്. അടുത്ത, നുലാഹിദു അൽ മുഫ്രദ വൽ ജംഅ, മുഫ്രദിനെയും ജമ്മിനെയും നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ബൈത്ത് എന്നുള്ളത് മുഫ്രദാണ്, അതിൻ്റെ ജം ആണ് ബുയൂത്ത്. സ്വലാത്ത് എന്നുള്ളത് മുഫ്രദാണ്, സ്വലവാത്ത് എന്നുള്ളത് ജം ആണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നഖ്റഉ അൽ ആയാത്തി താലിയ വനക്തഷിഫു മിൻഹ അൽ കലിമാത്ത് അൽ മബ്നിയ വനഖുത്തു തഹ്തഹ. ഇവിടെ നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് മബ്നിയായി വരുന്ന ഭാഗത്തെ നമുക്ക് അടിവരയിട്ട് നമുക്ക് കൊടുക്കാം. ഇന്ന ഹാദിഹി തദ്കിറ, ഇവിടെ ഇന്ന എന്നുള്ളതും അതുപോലെ തദ്കിർ ഈ ഹാദിഹി എന്നുള്ളതും മബ്നിയാണ്. ഇന്ന ഹാദിഹി തദ്കിറ, ഇന്ന എന്നുള്ളതും അതേപോലെ തന്നെ ഹാദിഹി എന്നുള്ളതും ഇതിൽ മബ്നിയാണ്. അടുത്ത നമുക്ക് നോക്കാം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇവിടെ ദാലിക്ക മബ്നിയാണ്, ലാ മബ്നിയാണ്, ഫീ മബ്നിയാണ്. ഇവിടെ ദാലിക്ക, ലാ, ഫീ ഇവകൾ മബ്നിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ഭാഗം അൽ മുഅ്ജം, ചില അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. തവജ്ജഹ യതവജ്ജഹു, തവജ്ജഹ മുന്നിട്ടു, യതവജ്ജഹു മുന്നിടുന്നു അല്ലെങ്കിൽ മുന്നിടും. വുദിയ സ്ഥാപിക്കപ്പെട്ടു, വുദിയ സ്ഥാപിക്കപ്പെട്ടു. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.